ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED ഒന്നാം സെമസ്റ്റർ പേപ്പർ 105 ഗണിതം പഠനവും ബോധനവും യൂണിറ്റ് 2 ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയും വികാസവും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന ചാപ്റ്റർ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആമുഖം ഒന്ന് നോക്കാം. മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയോടൊപ്പം വികസിച്ചു വന്ന ഒരു ശാസ്ത്രശാഖയാണ് ഗണിതശാസ്ത്രം. നിത്യജീവിതത്തിലെ ആവശ്യങ്ങളും പ്രകൃതിയെ നിരീക്ഷിച്ചതിൽ നിന്നും ലഭിച്ച അറിവുകളുമാണ് ഗണിതത്തിന്റെ വളർച്ചയ്ക്ക് അടിത്തറയായിട്ടുള്ളത്. ചരിത്രാതീത കാലം മുതൽ ആധുനിക കാലം വരെയുള്ള ഗണിതത്തിന്റെ വികാസവും അതിൽ പ്രമുഖ ഗണിത ശാസ്ത്രജ്ഞരുടെ സംഭാവനകളും ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നു. അപ്പൊ ഈ യൂണിറ്റിൽ നമുക്ക് ഗണിതത്തിന്റെ ചരിത്രം, വികാസഘട്ടങ്ങൾ, ചരിത്രാതീതമായ വികാസഘട്ടങ്ങളും ഗണിത ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളുമൊക്കെയാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ടോപ്പിക് എന്താണ്? ഗണിതശാസ്ത്രത്തിന്റെ വികാസം വിവിധ ഘട്ടങ്ങളിലൂടെ പ്രാചീന കാലഘട്ടം, മധ്യകാലഘട്ടം, ആധുനിക കാലഘട്ടം എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓരോ യൂണിറ്റിൽ നിന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. അപ്പോൾ വികാസഘട്ടങ്ങൾ, ഗണിതത്തിന്റെ ചരിത്രാതീതമായ വികാസഘട്ടങ്ങൾ ചോദിക്കും. പ്രാചീന കാലഘട്ടത്തിൽ നമുക്ക് നോക്കാം. എണ്ണൽ പ്രക്രിയയിൽ നിന്നാണ് ഗണിതത്തിന്റെ തുടക്കം. നമുക്കറിയാം, ഇത് ഒരു മെയിൻ പോയിന്റ് ആണ്. ഗണിതത്തിന്റെ ചരിത്രം ചോദിക്കുകയാണെങ്കിൽ പ്രാചീന കാലഘട്ടമാണ് ആദ്യത്തെ ചരിത്രാതീത കാലഘട്ടം. അപ്പോൾ നമ്മൾ എണ്ണൽ പ്രക്രിയയിൽ നിന്നാണ് ഗണിതം ആരംഭിച്ചത് എന്ന വാക്ക് അല്ലെങ്കിൽ ആ സെന്റൻസ് എഴുതാൻ നിങ്ങൾ മറക്കരുത്. എണ്ണൽ പ്രക്രിയയിൽ നിന്നാണ് ഗണിതത്തിന്റെ തുടക്കം. ആദ്യകാലങ്ങളിൽ വിരലുകൾ, കല്ലുകൾ, മരക്കഷ്ണങ്ങൾ എന്നിവ എണ്ണാനായി മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ, മായൻ സംസ്കാരങ്ങൾ സ്വന്തമായി സംഖ്യാസമ്പ്രദായങ്ങൾ വികസിപ്പിച്ചു. അപ്പോൾ ഈ ഒരു പ്രാചീന കാലഘട്ടം നോക്കുമ്പോൾ നമ്മൾ എണ്ണൽ പ്രക്രിയയിൽ നിന്ന് ഗണിതത്തിന്റെ തുടക്കം ആരംഭിച്ചു എന്നും ആദ്യമൊക്കെ എണ്ണാൻ വേണ്ടി വിരലുകൾ, കല്ലുകൾ, മരക്കഷ്ണങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ചു എന്നും പിന്നീട് ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ, മായൻ സംസ്കാരങ്ങൾ സ്വന്തമായി സംഖ്യാസമ്പ്രദായങ്ങൾ വികസിപ്പിച്ചു. ഈജിപ്തുകാർ നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനായി ജ്യാമിതി പ്രായോഗികമായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈജിപ്ഷ്യൻ, മായൻ, ബാബിലോണിയൻ ഇവരൊക്കെ എന്താണ്? സംഖ്യാസമ്പ്രദായം വികസിപ്പിച്ചു. പ്രാചീന കാലഘട്ടമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈജിപ്തുകാരാണ് നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനാണ് ജോമെട്രി പ്രായോഗികമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈജിപ്തുകാരാണ്. അവർ നൈൽ നദിയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഭൂമി അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജ്യാമിതി പ്രായോഗികമായി ഉപയോഗിച്ചു തുടങ്ങിയത്. അതുപോലെ മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരും അറബ് ഗണിതശാസ്ത്രജ്ഞരും ഈ കാലഘട്ടത്തിൽ വലിയ സംഭാവനകൾ നൽകി. അപ്പോൾ മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരും അറബ് ഗണിതശാസ്ത്രജ്ഞരും ഒക്കെ വലിയ വലിയ സംഭാവനകൾ നൽകിയത്. പൂജ്യം, ദശാംശ സമ്പ്രദായം എന്നിവ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഈ കാലത്താണ്. അപ്പൊ മധ്യകാലഘട്ടത്തിലാണ് പൂജ്യം, അതുപോലെ ദശാംശ സമ്പ്രദായമെല്ലാം, സീറോ ഡെസിമൽ സിസ്റ്റം എല്ലാം എപ്പോഴാണ്? മധ്യകാലഘട്ടത്തിലാണ് പരിചയപ്പെടുത്തിയത്. ബീജഗണിതം, അതുപോലെ ത്രികോണമിതി എന്നിവയുടെ വികാസവും ഈ ഘട്ടത്തിൽ നടന്നു. അപ്പൊ മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഭാരത ഗണിതശാസ്ത്രജ്ഞര്, അറബ് ഗണിതശാസ്ത്രജ്ഞരെല്ലാവരും കടന്നു വന്നു, ഒരുപാട് സംഭാവനകൾക്ക് നൽകി. പൂജ്യം, ദശാംശ സമ്പ്രദായം, അതുപോലെ തന്നെ ബീജഗണിതം, ത്രികോണമിതി ഇതെല്ലാം തന്നെ വികാസം പ്രാപിച്ചതെല്ലാം മധ്യകാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാൽക്കുലസ്, സംഭാവ്യതാ സിദ്ധാന്തം, കമ്പ്യൂട്ടർ ഗണിതം എന്നിവ രൂപപ്പെട്ടു. അപ്പൊ നമ്മൾ ആധുനിക മോഡേൺ പീരീഡിലേക്ക് വന്നേക്കുവാണ്. മോഡേൺ പീരീഡിലേക്ക് വരുമ്പോഴാണ് കാൽക്കുലസും അതുപോലെ സംഭാവ്യതാ സിദ്ധാന്തവും കമ്പ്യൂട്ടർ ഗണിതവും ഒക്കെ വരുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഗണിതം അടിസ്ഥാനമായി മാറി. ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും എന്താണ്? ഗണിതം വിപ്ലവകരമായ ഒരു മാറ്റം, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്നു. കാൽക്കുലസ്, അതുപോലെ കമ്പ്യൂട്ടർ ഗണിതം എല്ലാം കടന്നു വന്നു.
നെക്സ്റ്റ് മെയിൻ പോയിന്റ്, കുറേ മെയിൻ പോയിന്റ്സ് വരുന്നതാണ് ഗണിത ശാസ്ത്രജ്ഞരും അവരുടെ സംഭാവനകളും. ഇത് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഏതെങ്കിലും ഒരു ഗണിത ശാസ്ത്രജ്ഞനെ കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും കുറിച്ച് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. എല്ലാവരെയും കുറിച്ച് മനസ്സിലാക്കി വെച്ചോ. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് എഴുതൂ എന്നാണ് ചോദിക്കാറ്. ഇനി ആരെങ്കിലും മെൻഷൻ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. ഇതുവരെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു ഗണിത ശാസ്ത്രജ്ഞനെ പരിചയപ്പെടുത്തു, എഴുതൂ എന്നാണ് പറയാറ്. ഇനി ആരെങ്കിലും മെൻഷൻ ചെയ്ത് ചോദിച്ചാൽ നമുക്ക് എല്ലാവരെയും കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞരും അവരുടെ സംഭാവനകളും. ഭാരതീയ ഗണിത ശാസ്ത്രം ലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. പരീക്ഷയ്ക്കും അധ്യാപനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ചിലർ താഴെ പറയുന്നവരാണ്. ഏതൊക്കെയാണ്? ആര്യഭടൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യൻ അല്ലെങ്കിൽ ഭാസ്കരൻ, ശ്രീനിവാസ രാമാനുജൻ എന്നിവരൊക്കെയാണ് ഗണിത ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ആര്യഭടനെ തന്നെ നോക്കാം. BC 476 കാലഘട്ടം ആര്യഭടൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ആര്യഭടീയം. നമുക്ക് ആര്യഭടനെ കുറിച്ച് എഴുതുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ആര്യഭടീയം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. പൂജ്യത്തിന്റെ ഉപയോഗം കൃത്യമായി നിർവചിക്കുകയും സ്ഥാനവില സമ്പ്രദായം വികസിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ സീറോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പ്രാചീന കാലഘട്ടം, മധ്യകാലഘട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ മധ്യകാലഘട്ടത്തിൽ നമ്മൾ സീറോനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു അല്ലെ. പൂജ്യം എന്ന് പറയുന്ന സംഖ്യയെ കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആ മധ്യകാലഘട്ടത്തിൽ. അപ്പോൾ ആര്യഭടനാണ് പൂജ്യം എന്ന് പറയുന്ന സംഖ്യയെ കൃത്യമായി ഉപയോഗിച്ചതും നിർവചിച്ചതും. അതുപോലെ തന്നെ സ്ഥാനവില, പ്ലേസ് വാല്യൂ സമ്പ്രദായം വികസിപ്പിച്ചത് ആരാണ്? ആര്യഭടനാണ്. പൈയുടെ വില 3.1416 ആണെന്ന ഏകദേശ കണക്ക്, 16 ആണെന്ന ഏകദേശ കണക്കാണ് അദ്ദേഹം തന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കണം? അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആര്യഭടീയം, പൂജ്യത്തിന്റെ നിർവചനം, ഉപയോഗം, അതുപോലെ സ്ഥാനവില, ഇതെല്ലാം തന്നെ അദ്ദേഹമാണ് വികസിപ്പിച്ചത്. പൈയുടെ വില 3.1416 ആണെന്ന ഏകദേശ കണക്ക് കണ്ടെത്തി. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ടെന്നും ചന്ദ്രന് സ്വയം പ്രകാശമില്ലെന്നും അദ്ദേഹം സ്ഥാപിച്ചു. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ടെന്നും ചന്ദ്രന് സ്വയം പ്രകാശമില്ലെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മഗുപ്തനാണെങ്കിൽ നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടുന്ന കണക്കുകൂട്ടലുകൾക്ക് കൃത്യമായ നിയമങ്ങൾ ആദ്യമായി നൽകി. നെഗറ്റീവ് സംഖ്യകൾ ഉൾപ്പെടുന്ന, നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുന്ന കണക്കുകൂട്ടലുകൾക്ക് കൃത്യമായ നിയമങ്ങൾ അദ്ദേഹം നൽകി. പൂജ്യം കൊണ്ടുള്ള ഗുണനവും ഹരണവും അദ്ദേഹം തന്റെ കൃതികളിൽ ചർച്ച ചെയ്തു. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുന്ന കണക്കുകൂട്ടലുകൾക്ക് കൃത്യമായ നിയമം അദ്ദേഹം നൽകി. അതുപോലെ പൂജ്യം കൊണ്ടുള്ള ഗുണനവും ഹരണവും, പൂജ്യം കൊണ്ടുള്ള ഗുണനം, ഹരണം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിവയെ കുറിച്ച്. നെക്സ്റ്റ് ഭാസ്കരാചാര്യൻ. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് സിദ്ധാന്ത ശിരോമണി. എപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഭാസ്കരാചാര്യരുടേതാണ് സിദ്ധാന്ത ശിരോമണി എന്ന കൃതി. ഇതിലെ ലീലാവതി എന്ന ഭാഗം ഗണിത പ്രശ്നങ്ങളെ കാവ്യാത്മകമായി അവതരിപ്പിച്ച ഒന്നാണ്. അപ്പോൾ സിദ്ധാന്ത ശിരോമണി എന്ന് പറയുന്നത് ഭാസ്കരാചാര്യരുടെ കൃതിയാണ്. അതിലെ ലീലാവതി എന്ന ഭാഗത്താണ് ഗണിത പ്രശ്നങ്ങളെ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കണക്കിൽ താല്പര്യം ജനിക്കാൻ ലീലാവതിയിലെ ഗണിത ശ്ലോകങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കാം. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഹരിച്ചാൽ അനന്തം ലഭിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇൻഫിനിറ്റി ആണെന്ന് അല്ലെ. ഈ 0 എന്ന് പറയുന്ന സംഖ്യയെ ശരിയായ രീതിയിൽ നിർവചിച്ചതും ഉപയോഗിച്ചതും ആര്യഭടനാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഹരിച്ചാൽ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞത് ആരാണ്? ഭാസ്കരാചാര്യരാണ്. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഹരിച്ചാൽ ഇൻഫിനിറ്റിയാണ്, അനന്തമാണ് ഫലമെന്ന് കണ്ടെത്തിയത് ഭാസ്കരാചാര്യരാണ്. സിദ്ധാന്ത ശിരോമണി പ്രധാന കൃതിയാണ്. അതിലെ ലീലാവതിയിലാണ് ഗണിതത്തെ കുറിച്ച് കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ശ്രീനിവാസ രാമാനുജൻ 1887-1920 കാലഘട്ടം ആധുനിക ഭാരതത്തിലെ ഏറ്റവും മികച്ച ഗണിത പ്രതിഭ. സംഖ്യാ സിദ്ധാന്തം, ഇൻഫിനിറ്റ് സീരീസ് എന്നിവയിൽ വിസ്മയകരമായ കണ്ടെത്തലുകൾ നടത്തി. 1729 എന്ന സംഖ്യ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നു. അപ്പൊ രാമാനുജൻ സംഖ്യ ഏതാണ്? 1729. ഹാഡി രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നത്, രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729 ആണ്. ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും മികച്ച ഒരു ഗണിത
ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ സംഖ്യാസിദ്ധാന്തം ആരുടേതാണ്? ശ്രീനിവാസ രാമാനുജൻ. ഇൻഫിനിറ്റ് സീരീസ് ഇവയൊക്കെ എന്താണ്? വിസ്മയകരമായ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ്. 1729 എന്ന സംഖ്യ രാമാനുജൻ സംഖ്യ. ഓർത്തു വയ്ക്കുക, 1729 എന്ന സംഖ്യ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നു. രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി രണ്ട് വ്യത്യസ്ത രീതികളിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത്. ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം ഡിസംബർ 22. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാം. ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 22. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ശ്രീനിവാസ രാമാനുജൻ. രാമാനുജൻ സംഖ്യ ഏത്? 1729. അതുപോലെ സംഖ്യാസിദ്ധാന്തം ആരുടേത്? ശ്രീനിവാസ രാമാനുജനാണ്. സിദ്ധാർത്ഥ ശിരോമണി ആരുടേത്? ഭാസ്കരാചാര്യരുടേത്. ആര്യഭടന്റേത്. ഓക്കെ. പാശ്ചാത്യ ഗണിതശാസ്ത്രജ്ഞരെ ഇനി നമുക്ക് നോക്കാം. ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ആരെയാണ്? ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരാണ്. ഇനി പാശ്ചാത്യ ഗണിതശാസ്ത്രജ്ഞര് തേൽസ്, പൈതഗോറസ്, യൂക്ലിഡ്, ഇതൊക്കെ പാശ്ചാത്യരാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരാണ്. ഭാരതീയ ഗണിതശാസ്ത്രജ്ഞർ ആര്യഭടൻ, ബ്രഹ്മഗുപ്തൻ, ഭാസ്കരാചാര്യൻ, ശ്രീനിവാസ രാമാനുജൻ. ഇനി പാശ്ചാത്യ ഗണിതശാസ്ത്രജ്ഞരിലാണ് യൂക്ലിഡ്, പൈതഗോറസ്, തേൽസ് ഇവരൊക്കെ വരുന്നത്. അതില് തേൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാമിതീയ തത്വങ്ങൾ ആദ്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവം സ്ഥാപിച്ചതിനാൽ ഇദ്ദേഹത്തെ ജാമിതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ജാമിതീയ തത്വങ്ങളെ ജാമിതിയുടെ പിതാവ് എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും കാരണം? ജാമിതിയുടെ തത്വങ്ങൾ ആദ്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവ്വം സ്ഥാപിച്ചു. അപ്പൊ ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തേൽസ് ആണ്. ഇദ്ദേഹം ജാമിതി തത്വങ്ങളെല്ലാം തെളിവുകളോടെ യുക്തിപൂർവ്വം സ്ഥാപിച്ചതിനാലാണ് ഇദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. പൈതഗോറസോ ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം മറ്റ് രണ്ട് വശങ്ങളുടെയും വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്ന പൈതഗോറസ് സിദ്ധാന്തം രൂപീകരിച്ചു. ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം മറ്റ് രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്ന പൈതഗോറസ് സിദ്ധാന്തം രൂപീകരിച്ചു. സംഖ്യകൾക്ക് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. സംഖ്യകൾക്ക് പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം വിശ്വസിച്ചു. നെക്സ്റ്റ് എന്താ? യൂക്ലിഡ്. എലമെന്റ്സ് ഇപ്പോ തന്നെ നോട്ട് ചെയ്യുക. എലമെന്റ്സ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് യൂക്ലിഡ് ആണ്. എലമെന്റ്സ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം രചിച്ചത് ആരാണ്? യൂക്ലിഡ് ആണ്. ഇതിലൂടെ ജാമിതിയെ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചതിനാൽ ഇദ്ദേഹത്തെ ആധുനിക ജാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആധുനിക ജാമിതിയുടെ പിതാവാണ് യൂക്ലിഡ്. ഓക്കെ. അതുപോലെ തന്നെ ജാമിതിയുടെ പിതാവാണ് തേൽസ്. ആധുനിക ജാമിതിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് യൂക്ലിഡ് ആണ്. ജാമിതിയുടെ പിതാവ് എന്ന് തേൽസിനെ വിളിക്കാൻ കാരണം ജാമിതി തത്വങ്ങളെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യുക്തിപൂർവ്വം സ്ഥാപിച്ചു. യൂക്ലിഡിനെ ആധുനിക ജാമിതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ജാമിതിയെ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചു. അപ്പൊ ഇതെല്ലാം മാറിപ്പോകാതെ പഠിക്കണം. അടുത്തതാണ് കേരളീയ ഗണിത ശാഖ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭാരതീയ ഗണിതശാസ്ത്രജ്ഞര്, പാശ്ചാത്യം. ഇനി അടുത്ത് കേരളീയം. ഗണിത ചരിത്രത്തിൽ കേരളത്തിന് വളരെ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. 14 മുതൽ 16 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഭാരതീയ ഗണിതശാസ്ത്രത്തെ നയിച്ചത് കേരളത്തിലെ പണ്ഡിതന്മാരായിരുന്നു. ഇതിലേറ്റവും പ്രമുഖൻ സംഗമഗ്രാമ മാധവനാണ്. ഇദ്ദേഹം കേരളീയ ഗണിത ശാഖയുടെ പിതാവായി അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ ജാമിതിയുടെ പിതാവ്, ആധുനിക ജാമിതിയുടെ പിതാവ് എന്നൊക്കെ കേട്ടു. ഇവിടെ നമ്മൾ കേരളീയ ഗണിത ശാസ്ത്രജ്ഞന്മാരെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ കേരളീയ ഗണിത ശാസ്ത്രത്തിന്റെ പിതാവ് സംഗമഗ്രാമ മാധവനാണ്. യൂറോപ്യൻ ശാസ്ത്രജ്ഞർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇൻഫിനിറ്റ് സീരീസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ എന്നിവ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി എന്നിവർ മറ്റ് പ്രമുഖരാണ്. അപ്പോൾ ഇതൊക്കെ ഗണിത ശാസ്ത്രത്തിലെ കേരളീയ ഗണിത ശാസ്ത്രജ്ഞന്മാരാണ്. പരമേശ്വരൻ്റെതാണ് ദൃഘണിതം, നീലകണ്ഠ സോമയാജിയുടെ
തന്ത്രസംഗ്രഹം. ഇതൊക്കെ ചോദിക്കൂട്ടോ പരീക്ഷയ്ക്ക്. നീലകണ്ഠ സോമയാജിയുടെയാണ് തന്ത്രസംഗ്രഹം. തന്ത്രസംഗ്രഹം നീലകണ്ഠ സോമയാജി. ഇപ്പൊ തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കുക. തന്ത്രസംഗ്രഹം നീലകണ്ഠ സോമയാജി. ഇവരൊക്കെ എന്താണ്? മറ്റ് കേരളീയ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പൊ നമ്മൾ കേരളീയ ഗണിത ശാഖയെ കുറിച്ചിട്ടാണ് നോക്കിയത്. ഗണിത ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. അടുത്തതായി ക്ലാസ് റൂം അധ്യാപന നിർദ്ദേശങ്ങളാണ്. നമ്മൾ കുട്ടികളെ ഈ ഒരു യൂണിറ്റ് പഠിപ്പിക്കുമ്പോൾ ഏത് രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ നോക്കിയില്ലെങ്കിലും കാര്യമില്ല, നമ്മൾ നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. അത്ര വലിയ നമുക്ക് ആവശ്യമുള്ളതല്ല. പക്ഷെ ഇതിൽ കഥ പറയൽ രീതിയെ കുറിച്ചിട്ടും അതേപോലെ രാമാനുജൻ സംഖ്യാ മാജിക്കിനെ കുറിച്ചിട്ടും ലീലാവതിയിലെ ശ്ലോകങ്ങൾ, ഗണിത ദിനാചരണം എന്നിവയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആയിട്ട് പറഞ്ഞു പോകാം. ഗണിത ദിനാചരണം ഡിസംബർ 22 അല്ലെ? നമ്മൾ പറഞ്ഞിരുന്നു ആരുടേതാണ്? ശ്രീനിവാസ രാമാനുജൻ അല്ലെ? ശ്രീനിവാസ രാമാനുജൻ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഡിസംബർ 22 ശ്രീനിവാസ രാമാനുജന്റെ പേര് മറന്നു പോകാതിരിക്കുക. അതുപോലെ 1729 രാമാനുജൻ സംഖ്യാ മാജിക്, രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ലീലാവതി അല്ലെ? ലീലാവതിയിലെ ശ്ലോകങ്ങൾ, ഇതൊക്കെ കുട്ടികളെ ആ രീതിയിലൊക്കെ പഠിപ്പിക്കാം എന്നൊക്കെയാണ് പറഞ്ഞ് വെക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ ചോദ്യങ്ങൾ 5 മാർക്ക് മുതൽ 10 മാർക്ക് വരെ ഭാരതീയ ഗണിതശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയ ഗണിതശാസ്ത്രത്തിന് അടിത്തറ പാകിയ ആര്യഭടനും ഭാസ്കരാചാര്യരും ഒക്കെ നൽകിയ സംഭാവനകൾ ഒക്കെ വിലയിരുത്താൻ ചോദിക്കും. അതും അല്ലെങ്കിൽ എന്താണ് രാമാനുജന്റെ പ്രധാന കണ്ടെത്തലുകൾ, 1729 പ്രത്യേകതയും ഒക്കെ വിവരിക്കാൻ. അപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ച് എഴുതാൻ ചോദിക്കും. അപ്പൊ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാവരെയും കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട കൃതി, കണ്ടെത്തലുകൾ, അത്തരത്തിലുള്ളതെല്ലാം. ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേരളീയ ഗണിത ശാഖയുടെ പിതാവ് ആരാണെന്നൊക്കെ ചോദിക്കും. നമ്മൾ പഠിച്ചതാണ്. എന്താണ്? മാധവനാണല്ലേ. പൈതഗോറസ് സിദ്ധാന്തം എന്താണെന്ന് ചോദിക്കും. എലമെന്റ്സ് യൂക്ലിഡിന്റെയാണ്. എലമെന്റ്സ് എന്ന ഗ്രന്ഥം ആരുടേതാണെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കുക. താങ്ക്